ലളിതമായി നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. ഓരോരുത്തർക്കും അവരവരുടെ അവകാശങ്ങളുണ്ട്. കുട്ടികൾ 2 വർഷത്തോളം പഠിച്ച് നീറ്റ് പരീക്ഷ എഴുതിയിട്ട് അവര് അത്രമാത്രം പ്രിപ്പയർഡ് ആയിട്ടാണ് പഠിക്കുന്നത്. രാവും പകലും കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ട് പരീക്ഷ എഴുതി വരുമ്പോഴത്തേനും ഇതിന്റെ ചോദ്യ പേപ്പർ ചോർന്നെന്നും അത് വ്യാജന്മാർ ആ വഴിക്ക് കടന്നു വന്നെന്നും സിസ്റ്റത്തെ തകരാറാക്കിയെന്നവർക്ക് ബോധ്യമാകുമ്പോൾ അവർക്ക് രാജ്യത്തോടൊരു ഉത്തരവാദിത്വം കടമക്കുണ്ട്. കാരണം വരുന്ന ഭാവിയാണ് ഇന്ത്യയായി വരാൻ പോണ കുട്ടികളാണ് അവരൊക്കെയാണ് ഇനി ഇന്ത്യയായി പോകുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞ വെറൊരു രാജ്യമല്ല, മണ്ണല്ല, മനുഷ്യർ കൂടി ചേർന്നാണ് രാജ്യം. ഇവരാണ് ഇനി ഇന്ത്യ ആവാൻ പോണത്. അവരുടെ ഭാവി തകർത്ത് അതിൽ മുഴുവൻ ഈ വ്യാജന്മാരെ കയറ്റി ബോധവാന്മാരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരില്ല. ഇത് ശരിയല്ല എന്ന് പറയാം. ചോദ്യങ്ങൾ സോക്രട്ടീസിന്റെ ഒക്കെ ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ട്, പ്ലാറ്റോയുടെ അരിസ്റ്റോട്ടലിന്റെ ഒക്കെ ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് വലിയ വലിയ സാമ്രാജ്യങ്ങളെ മുട്ടുകുത്തിച്ചത്. ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നില്ല. ഈ അടുത്തിടെ ഒരു സംഗതി വായിച്ചു. നെഹ്റു പാർലമെന്റിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ആ സമയത്ത് ഒരു സ്ത്രീ നെഹ്റുവിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച്, കോളറിൽ കുത്തിപ്പിടിച്ചിട്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, നിങ്ങൾ പ്രധാനമന്ത്രിയുമായി, ഞങ്ങൾക്ക് എന്താണ് കിട്ടിയത് എന്ന് ചോദിക്കുന്നുണ്ട് ആ സ്ത്രീ. അപ്പൊ ആ സ്ത്രീയോട് നെഹ്റു വളരെ സൗമ്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ഭരണാധികാരിയെ തടഞ്ഞു നിർത്താനും അവന്റെ കോളറിൽ കുത്തിപ്പിടിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം കിട്ടി. ഇന്നത് നഷ്ടപ്പെട്ടു. നമുക്ക് ഭരണാധികാരികൾക്ക് നേരെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവന്റെ നേരെ കേസുകൾ വരുന്നു, ജയിലിലടക്കണം. ഇതിന് ഒരു പരിഹാരം എന്ന നിലക്ക് ഭാരതത്തിന്റെ ഒരു സത്യം, ഇന്ത്യയുടെ ഒരു സത്യം, അത് കുഞ്ഞുങ്ങളിലൂടെ, വിദ്യാർത്ഥികളിലൂടെ പുറത്തേക്ക് വന്നു. സ്വയം ഇന്ത്യ പുറത്തേക്ക് ഉണർന്നു വന്നു. അതാണ് ആ പരീക്ഷയിലൂടെ അല്ലെങ്കിൽ ആ സമരത്തിലൂടെ ഇന്ത്യ ലോകം കണ്ടത്.